നമ്മൾ വിറുദുൽ ലത്തീഫിൽ അത് ചൊല്ലുന്നതാണ്. അൽഹംദുലില്ലാ അല്ലാഹുവേ, പഠിച്ചവനെ നമുക്ക് വിറുദുൽ ലത്തീഫ് ചൊല്ലുന്ന മദദേമടവൂർ കുടുംബങ്ങൾക്ക് സന്തോഷമാണ്. കാരണം എല്ലാ ദിവസവും ചൊല്ലിപ്പോരുന്നതാണ്. അതുപോലെ തന്നെ സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും എന്ന് തുടങ്ങുന്ന ആയത്തുകളുണ്ടല്ലോ സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ആ ആയത്തുകൾ അൽഹംദുലില്ലാഹ് ആയത്തുകൾ നമ്മൾ ഓതണം. എല്ലാ വിപത്തുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സലാമത്ത് നൽകുന്നതാണ്. എല്ലാ വിപത്തിൽ നിന്നും അല്ലാഹു നമുക്ക് സലാമത്ത് തരും. എല്ലാ വിപത്തിൽ നിന്നും അല്ലാഹു നമുക്ക് സലാമത്ത് തരും. പടച്ചോനെ നീ സലാമത്ത് നൽകണേ അല്ലാഹ്. ആ 2 ആയത്തെ നമുക്ക് ഓതിയാലോ? ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ ഓതിക്കോളല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരുടെ കൂടെ ചൊല്ലാം. എല്ലാവരുടെ കൂടെ ചൊല്ലാം. ബിസ്മി ഓതാൻ പാടില്ലാത്ത സൂറത്താണ് സൂറത്തു തൗബ. അതുകൊണ്ട് നമ്മൾ ബിസ്മി ഓതാതെ ഓതാം. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ കൂടെ ഓതാം ട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. അൽഹംദുലില്ലാഹ്. സ്വീകരിക്കണേ റബ്ബേ, സ്വീകരിക്കണേ റബ്ബേ, സ്വീകരിക്കണേ റബ്ബേ. അപ്പൊ സഫറിൽ അവസാനത്തെ ബുധനാഴ്ച ഈ പറഞ്ഞ ദിക്റുകളൊക്കെ നമ്മൾ ചൊല്ലാം. ദുആകളിൽ വ്യാപൃതരാവണം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ എന്ന ദുആ ധാരാളം ചൊല്ലണം. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ഈ ദുആ മുഅ്മിനീങ്ങൾക്ക്, ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും വേണ്ടിയുള്ള ദുആയാണിത്. വലിയ കൂലിയാണ്. ഈ ദുആ ചെയ്യുന്നവർക്ക് 200 കോടി, 1 കോടിയാണോ? അല്ല, 200 കോടി നന്മകൾ അല്ലാഹു ഈ ദുആ ചെയ്യുന്നവർക്ക് രേഖപ്പെടുത്തുന്നതാണ്. പടച്ചോനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഏതാണ് ദുആ? അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ഈ ദുആ ചൊല്ലണം. അൽഹംദുലില്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. ഈ ദുആ ചൊല്ലണം. അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന ദുആകളൊക്കെ ചൊല്ലണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇതൊന്നും ചൊല്ലിയില്ലെങ്കിലും നമ്മൾ എന്താക്കുക? സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ദിക്ർ കഴിയുന്നത്രയും പറ്റുമെങ്കിൽ 330 ചൊല്ലാം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. ഇനി സഫർ അവസാനത്തെ ബുധനാഴ്ചയാണ്. വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല. അതിലൊക്കെ ഒരു യാത്ര പോകാൻ പാടില്ല. പുറത്ത് നമ്മളെ കുടുംബത്തെ കൂട്ടി യാത്ര പോകാൻ പാടില്ല. അങ്ങനൊന്നുമില്ല. അതൊക്കെ അന്ധവിശ്വാസമാണ്. അങ്ങനൊന്നുമില്ല. അങ്ങനെ ആരും മനസ്സിലാക്കുകയും ചെയ്യരുത്. അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. നമ്മൾ എന്താക്കാൻ പാടില്ല? സഫർ അവസാനത്തെ ബുധനാഴ്ചയാണ്. അതുകൊണ്ട് നമ്മൾ നല്ല ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട. അങ്ങനൊന്നുമില്ല. അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദിവസത്തിൽ ധാരാളം ദിക്റുകളും ദുആകളും ചെയ്യാം. അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ഇതാണ് ചെയ്യേണ്ടത്. അല്ലാതെ മറ്റു വിഷയങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ തെറ്റായ വിശ്വാസമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല. പുറത്തേക്ക് പോകാൻ പാടില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. യാത്ര പോകാൻ പാടില്ല. അതൊക്കെ അന്ധവിശ്വാസമാണ്.
അല്ലാഹു നമുക്ക് സലാമത്ത് തരട്ടെ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഖൈർ ബറക്കത്ത് നൽകണേ അല്ലാഹ്. റബീഉൽ അവ്വൽ പടിവാതിൽക്കൽ എത്തി നിൽക്കേണ്. നാളെ മാസം കണ്ടാൽ നാളെ വ്യാഴാഴ്ചയാണ്, നാളെ മാസം കണ്ടാൽ വെള്ളിയാഴ്ച റബീഉൽ അവ്വൽ ഒന്നാണ്, അതല്ലെങ്കിൽ വെള്ളിയാഴ്ച സഫർ 30 പൂർത്തീകരിച്ച് ശനിയാഴ്ച റബീഉൽ അവ്വൽ ഒന്നാണ്. ഏതായാലും നാളെ മാസപ്പിറവി കണ്ടാൽ വെള്ളിയാഴ്ച റബീഉൽ അവ്വലാണ്. അല്ലാഹ് കാത്തിരുന്ന മാസം റമദാന് വലിയ കൂലിയുള്ള മാസമാണ് റമദാൻ, വലിയ പ്രതിഫലങ്ങളുള്ള മാസമാണ് റമദാൻ. ഒരു സുന്നത്തിന് പോലും ഫർളിന്റെ കൂലി കിട്ടുന്ന മാസമാണ് റമദാൻ. വലിയ പുണ്യങ്ങളുടെ പൂക്കാലമാണ് റമദാൻ അല്ലെ. അല്ലാഹു നമുക്ക് ഒരുപാട് റമദാനെ സ്വീകരിക്കാൻ തൗഫീഖ് തരട്ടെ. എന്നാലും അങ്ങനൊക്കെ പുണ്യങ്ങൾ ഉണ്ടെങ്കിലും വിശ്വാസികളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള മാസം ഏതാ? ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള മാസം ഏതാ? നിങ്ങൾ പറയും. ഏറ്റവും കൂടുതൽ നമ്മൾ സന്തോഷിക്കുന്ന മാസം ഏതാണ്? അത് റബീഉൽ അവ്വലാണ്. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയല്ലേ ഉമ്മമാരെ? അങ്ങനെ തന്നെയാണ്. റബീഉൽ അവ്വൽ വരുമ്പോ നമ്മുടെ പള്ളികൾ അലങ്കരിക്കുന്നു, വീടുകൾ, നാടുകൾ, മദ്രസകൾ, സ്ഥാപനങ്ങൾ അലങ്കരിക്കുന്നു. അൽഹംദുലില്ലാഹ്, നല്ല ലൈറ്റുകൾ തൂക്കുന്നു, തോരണം കെട്ടുന്നു, മാഷാ അല്ലാഹ്, വീടുകളൊക്കെ വൃത്തിയാക്കുന്നു, ഭംഗിയാക്കുന്നു, പെയിന്റ് അടിക്കുന്നു, നല്ല മൗലിദ് കഴിക്കുന്നു. റബീഉൽ അവ്വൽ മുതൽ പിന്നങ്ങോട്ട് വീടുകളിലൊക്കെ മൗലിദാണ്. സ്ഥാപനങ്ങളിൽ, ദർസുകളിൽ, മദ്രസകളിൽ, പള്ളികളിലൊക്കെ മൗലിദ്, ചീരടി, അങ്ങനെ നല്ല നല്ല മജ്‌ലിസുകൾ, കുട്ടികളെ പാട്ട്, പ്രസംഗം, മദ്ഹ്, നല്ല നല്ല മക്കള് വന്നിട്ട് മാഷാ അല്ലാഹ് നമ്മുടെ പിച്ചോമന മക്കള് വന്നിട്ട് പാട്ടുപാടുന്നു, മദ്രസകളിൽ പ്രസംഗങ്ങൾ അവതരിപ്പിക്കുന്നു. മുത്തായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട് പ്രസംഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അതൊരു സന്തോഷത്തിന്റെ മാസമാണ് റബീഉൽ അവ്വൽ. അതുകൊണ്ട് ആ സന്തോഷ മാസത്തിൽ നമ്മൾ എന്താക്കണം? നമ്മുടെ വീടുകളൊക്കെ വൃത്തിയാക്കണം. അത് തന്നെ ചെയ്യണം. നിങ്ങളൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളൊക്കെ നല്ല ഇഖ്ലാസും മഹബ്ബത്തും ഉള്ളവരാണ്. നമ്മളെ മതനിയമയുടെ ഒരു കുടുംബങ്ങൾ, അതിൽ സംശയമൊന്നുമില്ല. നിങ്ങളൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടാവും. വീടുകൾ വൃത്തിയാക്കണം. നമ്മളെ വീട്ടിൽ നമ്മള് ലൈറ്റ് തൂക്കാൻ പറ്റുമെങ്കിൽ ലൈറ്റ്, അല്ലെ, നല്ല മിന്നുന്ന മാല ബൾബുകൾ തൂക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ തൂക്കി ഹബീബായ തങ്ങളെ സ്വീകരിക്കാനാണ്. അതിനല്ലേ നമ്മൾ അതൊക്കെ ചെയ്യേണ്ടത്. നമ്മളൊരു മോന്റെ കല്യാണം വരുമ്പോ, മോളെ കല്യാണം വരുമ്പോ എന്തെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മളെ കൊണ്ട് കഴിയുന്നൊക്കെ നമ്മൾ ചെയ്യും. എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ എല്ലാത്തിനേക്കാളും കൂടുതൽ സ്നേഹിക്കേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മദിനം വരുമ്പോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ നമ്മൾ മാഷാ അല്ലാഹ് മുത്തുനബിയെ സ്വീകരിക്കാൻ ചെയ്യണം. അപ്പൊ വീട് വൃത്തിയാക്കണം, അലങ്കരിക്കണം, നല്ല ബൾബുകളൊക്കെ തൂക്കി, കഴിയുന്നവര് ബൾബുകളൊക്കെ തൂക്കി, മാല ബൾബുകളൊക്കെ തൂക്കി, തോരണം കെട്ടി, അങ്ങനെ നമ്മുടെ വീടും നാടും നഗരവും പട്ടണങ്ങളും മദ്രസകളും സ്ഥാപനങ്ങളും പള്ളികളും ഒരുങ്ങണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. നാളെ ഇൻഷാ അല്ലാഹ് മൗലിദ് സദസ്സ് ആരംഭിക്കേണ്ടേ മദദയുടെ ഒരു മജ്‌ലിസിൽ നാളെ മുതൽ മൗലിദിന്റെ സദസ്സ് ആരംഭിക്കേണ്ടേ ഇൻഷാ അല്ലാഹ്. ഇന്ന് അപ്പോൾ നാളെ മുതൽ നല്ലോണം ആള് വരണം മജ്‌ലിസിൽ, കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കണം. നമ്മൾ അയൽവാസികൾ, പരിസരക്കാരോടൊക്കെ കൂടാൻ പറയണം ഇൻഷാ അല്ലാഹ്. കൊണ്ടൂർ ഉസ്താദിന്റെ ആണ്ടാണ്. പ്രിയമുള്ളവരെ, കൊണ്ടൂർ ഉസ്താദിന്റെ ആണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ശനിയാഴ്ചയാണ് നമ്മളെ ഖുതുബിയത്തിന്റെ സദസ്സ്. അൽഹംദുലില്ലാഹ്, ശനിയാഴ്ച രാവിലെ 10 മണിക്ക്. അന്നെല്ലാവരും വരണം. ഒരു ഒഴിവ് ദിവസം കൂടിയാണ് ശനിയാഴ്ച രാവിലെ. ഈ വരുന്ന ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നേരിട്ട് തന്നെ വന്ന് കൂടാ. കൊണ്ടൂർ ഉസ്താദിന്റെ ആണ്ട് ശനിയാഴ്ച നമ്മൾ ഖുതുബിയത്തിന്റെ സദസ്സിൽ വെച്ച് നടത്തും ഇൻഷാ അല്ലാഹ്. കൊണ്ടൂർ ഉസ്താദ് എന്നുള്ള വലിയ മഹാൻ നമുക്ക് വലിയ കാവലാണ്, അല്ലേ? മുത്തുനബിയുമായി വലിയ ലയിച്ചു ചേർന്ന ആശിഖ് റസൂൽ നടത്തെ പറ്റി പറയലാണ്. ആ കൊണ്ടൂർത്തെ പാപ്പന്റെ ആണ്ട് ശനിയാഴ്ചത്തെ മജ്‌ലിസിൽ നടക്കാൻ ഇൻഷാ അല്ലാഹ് നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്നവരൊക്കെ പരമാവധി എല്ലാവരും, പ്രത്യേകിച്ച് ഈ മലപ്പുറം, കോഴിക്കോട്, അതുപോലെ ഈ പരിസരക്കാരൊക്കെ, ഈ പരിസര ജില്ലകളിലൊക്കെ ഉള്ളവര് നേരിട്ട് വന്ന് പങ്കെടുക്കാൻ കഴിയുന്നവരൊക്കെ നേരിട്ട് തന്നെ കുടുംബസമേതം വന്ന് പങ്കെടുക്കുക. ആക്കോട് മോളപ്പുറം നമ്മുടെ ദർസ് നടക്കുന്ന സ്ഥലത്ത് വെച്ച് ഖുതുബിയത്തിന്റെ സദസ്സ് മറ്റന്നാള് രാവിലെ 10 മണിക്ക് നമ്മുടെ മാസാന്ത ഖുതുബിയത്ത് ഇൻഷാ അല്ലാഹ്. അതിൽ കൊണ്ടൂർത്തെ പാപ്പന്റെ ആണ്ട് നടക്കും. എല്ലാവരും കൂടണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പറയലു ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്.